എന്റെ കൂടെ ആ പാവം മുസാഫ് എന്ന് പറഞ്ഞ ഡ്രൈവർ, കശ്മീരി ഡ്രൈവർ ആൻഡ് അതർ ഡ്രൈവർ മിസ്റ്റർ സംബി, അവര് രണ്ടുപേരും എന്റെ അനിയനും ചേട്ടനും കൊണ്ട് നടക്കണ പോലെ എന്നെ മോർച്ചറി കൊണ്ടുപോകാനും ഐഡന്റിഫിക്കേഷനും രാത്രി 3 മണി വരെ ഞാൻ മോർച്ചറിയുടെ മുമ്പിലായിരുന്നു. അപ്പൊ പാവില്ലാന്ന് പറഞ്ഞ് പിന്നെ പോയി ഹോട്ടലിൽ പോയി രാവിലെ 6 മണിക്ക് തിരിച്ചു വന്നു. അതിനൊക്കെ ഇയാളിങ്ങനെ ഒരു അനിയത്തിയെ പോലെ കൂടെ നടന്ന്. ഞാൻ പറഞ്ഞെങ്കിൽ കശ്മീരിൽ പോയി എനിക്ക് 2 ബ്രദേഴ്സിനെ കിട്ടിയെന്ന ഞാൻ ഇന്നലെ അവരുടെ എയർപോർട്ടിൽ വെച്ച് കൈ പറഞ്ഞാൽ അല്ല അവരെ രക്ഷപ്പെട്ടു. എന്തേലും പ്രശ്നം ഉണ്ടായാലോ എന്തെങ്കിലും വിഷയം കിട്ടുമ്പോഴത്തേന് അപ്പൊ നീ വർഗീയ വിശട്ട് കാറി തുപ്പാന്ന് കിട കുറേ പേരുണ്ടാ. പക്ഷെ കാശ്മീരിലെ പഹൽഗാമിലെ ഹൃദയഭേദകമായ അക്രമത്തിന്റെ ദൃക്സാക്ഷിയായ ഈ ഹൈന്ദവ സഹോദരിക്കിരിക്കട്ടെ മനസ്സിന്റെ ഉള്ളിൽ നിന്നൊരു ലൈക്ക്. കാരണം എന്താ അറിയോ, അറിയുന്ന ഭാരതത്തെ അറിയുന്ന ഒരാൾക്കും ഇവിടെ വർഗീയ വിഷം തുപ്പാൻ കഴിയൂല. കാരണം ഗാന്ധിജിയും നെഹ്റുജിയും കുമാരപ്പയും മുസ്ലിം ഹിന്ദു ക്രിസ്ത്യാനി ജാതി മത ഭേദമന്യേ തോളിൽ കൈയിട്ടിട്ട് ഫ്രീഡം ഫൈറ്റ് നേടിയെടുത്ത മണ്ണാണ് അല്ലെങ്കിൽ രാജ്യമാണ് നമ്മുടെ ഭാരതം, ഇന്ത്യ എന്നുള്ളത്. നമ്മളെ നാട്ടിലത്തെ നമ്മളെ സ്വന്തം മണ്ണിലെ നമ്മുടെ സ്വന്തം രാജ്യത്തിലെ ഒരാൾക്ക് എന്തെങ്കിലും പറ്റിയാൽ അവിടെ മതം നോക്കിയിട്ട് വർഗീയ വിഷം തുപ്പല്ല വേണ്ടത്. എടാ അയാൾക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ അതിന് മുന്നിട്ട് വരിക വേണ്ടത്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു അവസരം കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പത്തിന് സോഷ്യൽ മീഡിയ കൂടി മറ്റീ കൂടി അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയിട്ടും വർഗീയ വിഷം കാറി തുപ്പിയിട്ടും എന്താടാ നേടിയെടുക്കണത്? ഈസ് ടു ബി എ ഹ്യൂമൻ, അതല്ലെങ്കിൽ ഹ്യൂമാനിറ്റി, മനുഷ്യത്തിൻ്റെ ഒരു അംശം ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള ഒരാൾക്കും ഈ സംഭവത്തെ വർഗീയ വിഷമായിട്ട് കാറി തുപ്പാൻ കഴിയൂല.